ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തറയിട്ടാൽ വരപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞാനിവിടെ വന്നത്. നിങ്ങൾക്ക് ആദ്യം ഞാനൊരു നല്ലൊരു അടിപൊളി ഡാൻസിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ഡാൻസൊക്കെ കണ്ടല്ലോ. നമ്മൾ അതിലിങ്ങനെ കാണുമ്പോൾ ഒരു മോരിയാർ ലുക്കിൽ ഒരാളിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആയ ഒരാളാണ് നമ്മളെ കാഴ്ചപ്പാടിൽ. അപ്പോൾ ആ ഡാൻസ് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്കൊക്കെ വളരെ ത്രില്ല്. അതിന് അയാളൊന്ന് കാണണം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ തിരയാണ് ഈ ആൾ ആരാണ്, ഈ ഡാൻസ് ചെയ്ത വ്യക്തി ആരാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ജുബ്ബൊക്കെ ഇട്ടിട്ട് ആളിങ്ങനെ അടിപൊളി ഡാൻസ് ചെയ്യുമ്പോൾ ഒരു രസമാണ് കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ആ ആളെ ഇന്ന് നമ്മൾ തിരഞ്ഞ് കണ്ടെത്തിന്. അപ്പോൾ ആ ആളെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മുടെ ബാക്കിൽ ആൾ ഇരിക്കുന്നുണ്ട്. ആൾ പണിയൊക്കെ മതിയാക്കി ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. എന്താ വർത്തമാനം? സുഖാണോ? സുഖമുണ്ട്. ആ അത് ശരി, മലയാളിയല്ല. മലയാളി അല്ല നിങ്ങള്? ഇല്ല. പിന്നെ എവിടെയാണ്? കൊൽക്കത്ത ആൾക്കാരെ. ആ സുഹൃത്തുക്കളെ, ഇത് മലയാളി അല്ല കേട്ടോ, ഇത് ആള് കൊൽക്കത്തയാണ്. കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. ഞാനേ നല്ലൊരു മനോഹരമായിട്ടുള്ള ഡാൻസ് ഒക്കെ കണ്ട് ഒരു വീഡിയോ. നിങ്ങളാണ് ഡാൻസ് കളിച്ച? എന്ത് പരിപാടിക്ക്? മുസ്ലിം ലീഗിന്റെ പരിപാടി. പാട്ട് പാടിയപ്പോ ഡാൻസ് ഒക്കെ ഇഷ്ടമാണോ? ഡാൻസ് കളിക്കോ? നാട്ടിലൊക്കെ കളിക്കലുണ്ടോ? ഓ അത് ശരി. ഇവിടെ കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 25 വർഷം. മലയാളം ഫുള്ള് പഠിച്ചോ? മലയാളം കുറച്ച് അറിയോ, ജാസ്തി ഇല്ല. എന്ത് പണിക്കാ പോരെ? കല്ലു പണി, കോൺക്രീറ്റ് പണി, കട്ടപ്പണി, തെപ്പണി, ഇത് പണി എല്ലാം പോവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിന്നെ ഈ ഒരു പരിപാടിക്ക് നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ജുബ്ബൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കണ്ടപ്പം കുറെ ആൾക്കാർക്ക് എന്താ സംശയിച്ച, ഇയാളൊരു മോലിയാരാണോ മുസ്ലിയാരാണോ എന്നില്ലേ സംശയം. അപ്പൊ എന്താണ് അന്നങ്ങനെ പരിപാടിക്ക് പോവാൻ കാരണം? ആരെങ്കിലും വിളിച്ചോ പരിപാടിക്ക്? ഈ പരിപാടിക്ക് വിളിച്ചിഞ്ഞോ? ഇവിടെ പരിപാടിയിൽ പറഞ്ഞോ? അപ്പൊ രാത്രിയിൽ അത് അപ്പൊ ആരെ പാട്ട് പാടിയെന്ന് അറിയോ? ഈ പാട്ടാരെ പാടി? ഡാൻസ് കളിച്ചപ്പോൾ പാടിയ പാട്ടാരാണ്? അവിടുന്ന് കളിച്ചപ്പോ പാട്ട് പാടിയില്ലേ? ആളറിയോ? മലയാള ആളാ? ഹൈ എടവണ്ണപ്പാറ സിംഗർ. ഓക്കെ. അപ്പോ എന്ത് തോന്നി പാട്ട് പാടിയപ്പോ? കുറെ നേരം ഡാൻസ് കളിച്ചല്ലോ. അച്ഛ ഡാൻസ്. ആ പാട്ടറിയോ? ആ പാടിയേ? ഇല്ല. ഹിന്ദി പാട്ട് അറിയാൻ മതി അല്ലേ? ഹിന്ദി പാട്ട് കുറച്ച് അറിയോ, ബംഗാളി പാട്ട് അറിയോ. ഇവിടെ ആൾക്കാരൊക്കെ കണ്ടോ വീഡിയോ ഡാൻസ് കളിച്ച? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു ആൾക്കാർ? ഇതിപ്പോ എന്താ, എനിക്ക് ഹിന്ദി അത്ര അറിയില്ല, എന്നാലോ മൂപ്പർക്ക് മലയാളം അത്രയും അറിയില്ല കേട്ടോ. കാരണം കുറച്ച് മലയാളം അറിയുള്ളൂ. കാരണം വെച്ചാൽ മൂപ്പര് വന്നിട്ട് 25 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ മലയാളം കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? നാട്ടിൽ പോയി വന്നോ? നാട്ടിലെ 5 കൊല്ലം പിന്നെ പോവാ. 5 കൊല്ലം എവിടെ? കേരള അല്ലേ? ഫാമിലി ഉണ്ട് അവിടെ? ഫാമിലി നാട്ടില് പോവും. 5 കൊല്ലം പിന്നെ പോവാ. 5 കൊല്ലം കേരള, പിന്നെ നാട്ടിൽ പോവാ. മൊത്തം ആൾ പറഞ്ഞു അച്ഛ ഡാൻസ്. മൊത്തം ആൾ പറഞ്ഞു അച്ഛ ഡാൻസ്. ശരി. ഈ ബംഗാളി പാട്ടൊക്കെ പാടൂലേ? ഒരു ബംഗാളി പാട്ട് പാടിയേ? ഹിന്ദി ബോലേഗാ. पारदोशी जाना नहीं मुझे छोड़ना, परदोशी मेरे यारा कोई बात निभाना, पारदोशी जाना नहीं. അത് മതി അല്ലേ? അപ്പോൾ എന്തായാലും ഡാൻസ് അടിപൊളിയാണ്. ഡാൻസ് സൂപ്പറാണ്. അതിങ്ങനെ ആള് പാട്ട് പാടിയപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് അല്ലേ? അപ്പൊ ഡാൻസ് കളിച്ച്. അപ്പോൾ ഈ ആളെ സുഹൃത്തുക്കളെ, ആളെ പിടുത്തം കിട്ടി. ആള് മലയാളിയല്ല, ബംഗാളിയാണ്, കൽക്കട്ടയാണ്. പേരെന്താ പറഞ്ഞേ? ഖിദിർ ഷെയ്ഖ് എന്ന് പറഞ്ഞ ബംഗാളിയാണ്. എത്ര വയസ്സായിപ്പോ?
വയസ്സ് ആ 55 55 ആ 55-ാം വയസ്സിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ച് ഇവിടുത്തെ ഈ പിന്നെ ഇവിടെ എന്താ പേര് പറയാ സ്ഥലം ഇത് വരപ്പാറ വരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിം ലീഗ് 2-ാം തീയതി അല്ലേ മുസ്ലിം ലീഗിന്റെ പരിപാടി 2-ാം തീയതി ആയിരുന്നു അന്ന് കളിച്ചൊരു ഡാൻസ് ആണിത് പാട്ട് പാടിയപ്പം ആ പാട്ട് പാടിയത് നമ്മളെ എടവണ്ണപ്പാറല്ല ഹൈ എന്ന് പറയും പോറ്റിയെ കയറ്റി എന്നൊക്കെ പാട്ട് പാടി എന്താ പറയാ പൊട്ടിയെ ചുട്ടിയെന്നൊക്കെ പോറ്റിയെ കയറ്റിയെ ആ പാട്ട് പാടിയ ആളാണ് ഒപ്പം കൂടിയ ആള് ആളാണ് അപ്പല്ല അതെ അല്ലേ ശരിയല്ലേ ഡാൻസ് അപ്പൊ ഈ പാട്ട് പാടിയപ്പം കളിച്ചൊരു ഡാൻസ് ആണ് അപ്പൊ ഈ എല്ലാവരും സോഷ്യൽ മീഡിയ ഇങ്ങനെ തെരഞ്ഞു നടക്കായിരുന്നു ഈ ആൾ ആരാണ് എന്താണ് എവിടെയാണെന്നൊക്കെ എന്തായാലും ഇന്ന് അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ ഇതാ സാക്ഷാൽ ഇയാളായിരുന്നു ആ ഡാൻസ് കളിച്ച ആള് അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് വളരെ സന്തോഷം ഡാൻസ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ ഇനിയും പാട്ട് പാടിയ ഡാൻസ് കളിക്കോ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കളിച്ചാണ് അന്ന് കളിച്ചേ ഡാൻസ് ഒന്ന് അയ്യോ പാട്ട് പാടിയിട്ടില്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഷറായി അല്ലേ അപ്പോ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാൻ ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവിടെ നാട്ടില് വീട്ടില് ബിബി ഉണ്ടോ എങ്ങോട്ടുണ്ടോ എത്ര ബച്ചുണ്ട് അമ്മുണ്ടോ ഒന്ന് ബച്ച അമ്മണ്ട് ബീവിണ്ട് എല്ലാരും ഉണ്ട് ലड़की വീട്ടിൽ ബീവി ഡാൻസ് കണ്ടോ बीबी डांस बीवी എന്ത് പറഞ്ഞു बीवी क्या बोलता है ठीक है मुश्किल नहीं अच्छा डांस बोलेगा मोबाइल में पूरा रेडियो उधर देखा है वीडियो വീഡിയോ ദേക്കാനാ വീഡിയോ അപ്പോ ഇവിടെ നാട്ടിൽ എന്തൊക്കെ പണിക്ക് എല്ലാ പണിക്കും പോവോ എല്ലാ പണിക്ക് പോവേ അല്ലേ എല്ലാ പണി കോൺക്രീറ്റ് പണി പറവി പണി കോൺക്രീറ്റ് പണി ഒക്കെ പോവും അപ്പൊ സന്തോഷം അല്ലേ അപ്പോ നമ്മളെ വീഡിയോ പിന്നെ ഈ ആളെ നമ്മൾ കണ്ടെത്തി നമ്മളെ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാൻസ് കളിച്ച ആളാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി എന്നാ നാട്ടിൽ പോണേ നാട്ടിൽ പോവാ അവില്ല അവി ബാക്കിയേ 3 മാസം ബാക്കി പിന്നെ പോവാ ഇലക്ഷൻ ഇലക്ഷന്റെ പോവാ ഏതാ പാർട്ടി ഏതാ മമത കൽക്കത്ത മമത ബാനർജി अच्छा है वो मुस्लिम सपोर्टर है मुस्लिम लीग पार्टी എങ്ങനെയുണ്ട് मुस्लिम पार्टी अच्छा मुस्लिम पार्टी सपोर्टर में बेरा पार्टी सपोर्टर ಇಲ್ಲ सीपीएम बोलो बेरा पार्टी नहीं പോയില്ല मुस्लिम पार्टी अच्छा है मुस्लिम लीग അപ്പൊ ഇനിയും ഇവിടെ പരിപാടിയൊക്കെ വരുമ്പോ പോയി ഡാൻസ് എടുക്കും പാട്ട് പാടി ഡാൻസ് എടുക്കും വിടൂല പാട്ട് പാടി അപ്പ ഡാൻസ് എടുക്കും डांस परिवार आएगा तो डांस मैं पुआ ओके এখানে আঞ্জে পরিবারের में আঞ্জে डांस है আঞ্জে डांस मेरे लिए एक इधर दो उधर तीन है तीन പരിപാടി വീഡിയോ കണ്ടിട്ട് ആൾക്കാർ എന്തെങ്കിലും തന്നോ സമ്മാനം തന്നോ എന്ത് തന്നു പൈസ തന്നു പൈസ തന്നു എത്ര ആൾ പൈസ തന്നു ഒരാള് 500 ഒരാള് 100 രൂപ ഈ ഡാൻസ് കളിച്ചു എന്താ പറഞ്ഞേ अच्छा डांस എന്ന് പറഞ്ഞു मेरा को बोला चाचा चाचा का डांस अच्छा है चाचा का डांस अच्छा है इसलिए पैसा कुर्तू प्रॉब्लम नहीं ഇപ്പൊ എല്ലാരും അറിയും വൈറലായി ലാസ്റ്റ് ബിരിയാണി കഴിച്ചു ആര് വാങ്ങിന്നു ലാസ്റ്റ് ഓ പാട്ടിലെ മുസ്ലിം ലീഗ് പാട്ടിലെ ലാസ്റ്റ് ബിരിയാണി കഴിച്ചു ലാസ്റ്റ് ടൈം സന്തോഷമായി ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ആ പിന്നെ ഡാൻസ് കളിച്ച ആളെ പേര് നമുക്ക് മനസ്സിൽ വരുന്നില്ല പേരെന്താ പേര് കിദിർ ഷെയ്ഖ് അപ്പോൾ ആ ഡാൻസ് കളിച്ചാൽ കിദിർ ഷെയ്ഖാണ് കൽക്കട്ടയാണ് ബംഗാൾ സ്വദേശിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് 25 വർഷം കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിൻ്റെ പരിപാടി ആയിരുന്നു അന്നിങ്ങനെ പാട്ട് പാടിയപ്പോൾ ഞാൻ ഡാൻസ് എടുത്തതാണ് വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ വെച്ച കൊച്ചു വീഡിയോയുടെ വൈൻഡപ്പ് ആണ് ഇനിയും നല്ല നല്ല വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ കിദിർ ഷെയ്ഖ് अच्छा है अच्छा इनियम डांस अच्छा डांस കളിക്കട്ടെ ട്ടോ ഓക്കേ ओके ठीक है ओके ओके ठीक है